കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുത കഥകൾ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചാനലിലൂടെ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് ഇന്ന് ചെയ്യണത്. കാരണം നമ്മൾ ഇപ്പോൾ അടുത്ത സമയത്ത് സപ്താഹവുമായി ബന്ധപ്പെട്ട് എപ്പിസോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വന്ന സ്പെഷ്യൽ എപ്പിസോഡ്, അതുകൊണ്ടാണ് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയാൻ കാരണം. ഭഗവാന്റെ സമാധി സ്ഥലമായ അല്ലെങ്കിൽ ഭഗവാന്റെ 3 ആശ്രമങ്ങളിൽ മുഖ്യസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് പോത്തങ്കോട് ചിന്താലയ ആശ്രമമാണ്. അപ്പോൾ ചിന്താലയ ആശ്രമത്തിലെ ഉത്സവം ആരംഭിക്കുകയാണ്. ജൂൺ മാസം 26-ാം തീയതി തൊട്ട് ജൂലൈ മാസം 6-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവം. അപ്പോൾ ഈ ഉത്സവത്തെക്കുറിച്ച്, ഇപ്പോൾ ഉത്സവത്തിന് ഭഗവാന്റെ തിരുനാൾ ഉത്സവം എന്ന് പറയുമ്പോൾ എല്ലാവരും, കാരണം പണ്ടേ തൊട്ട് എല്ലാവരും പങ്കെടുക്കുന്നതാണ് തിരുനാൾ ഉത്സവത്തിന്. ഇപ്പോൾ ശരിക്ക് സമാധി ദിനത്തിനും മഹാസമാധിയുടെ ദിനത്തിനും ഈ 2 ദിവസം വളരെ പ്രത്യേകതയുള്ളതാണ്. 29-ാം തീയതിയാണ് ഭഗവാന്റെ തിരുനാൾ. 26-ാം തീയതി ഉത്സവം കൊടിയേറും. 29-ാം തീയതിയാണ് തിരുനാൾ ആഘോഷം. അപ്പോൾ ഈ തിരുനാൾ ശരിക്ക് ചിന്താലയ ആശ്രമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ സമാധികളുടെ ഒരു കൂമ്പാരമാണ്. അവിടെ എത്ര സമാധി ഉണ്ട് എന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. അവിടെ ഭഗവാൻ ഇപ്പോൾ സമാധിയായി, അച്ഛൻ, അമ്മ, സഹോദരൻ എന്ന് വേണ്ട, അവിടെ എത്രയോ ഇവർക്കൊക്കെ മുമ്പേ തൊട്ടുള്ള സമാധികളുടെ സ്ഥലമാണ്. ശരിക്ക് തപോഭൂമിയാണ് ശരിക്ക് പോത്തങ്കോട് ചിന്താലയ ആശ്രമം. അവിടെ ദർശനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ മഹാപുണ്യമാണ്. പിന്നെ ഭഗവാൻ അവിടെ കുടികൊള്ളുന്നത് തന്നെ ആത്മലിംഗത്തിലാണ്. ആത്മലിംഗം ദർശിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാപുണ്യം. കാരണം ആത്മലിംഗം ദർശിക്കുക അസാധ്യമാണ്. കാരണം നമുക്കിപ്പോൾ അടുത്ത സമയത്ത് ആത്മലിംഗം ഇരിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ഗോകർണം. രാവണൻ മഹാദേവനെ ആവാഹിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച അപ്പോൾ ശരിക്ക് സാക്ഷാൽ ഗണപതി തന്നെ അതിനെ മണ്ണിൻ്റെ അടി കുഴിച്ചിട്ടതാണ്. അപ്പോൾ ശരിക്കും ആത്മലിംഗത്തെ നമുക്ക് നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധ്യമുള്ളൂ. അത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ദർശനം കിട്ടുന്നത് തന്നെ അപൂർവമായിട്ട് അവിടെ പോയി തൊഴുത് പോകാൻ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴും നമുക്ക് കൈകൊണ്ട് സ്പർശിക്കാം.
പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആത്മലിംഗം പൂർണ്ണമായിട്ട് കാണാം. ആത്മലിംഗം കണ്ട് ഭഗവാനെ, ആത്മലിംഗം കാണുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ചിന്താലേശനെ നേരിട്ട് കണ്ടതിന് സമമായി. അത് നോക്കി തൊഴുതാൽ ഭഗവാനെ മുഖത്ത് നോക്കി തൊഴുന്നതിന് സമമാവും. കാരണം ഭഗവാൻ ജീവസമാധിയിൽ കുടികൊള്ളുകയാണ്. ജീവസമാധിയിൽ ഭഗവാൻ കുടികൊള്ളുകയും ഭഗവാന്റെ മുഖമാണ് ശരിക്ക് ഈ ആത്മലിംഗം. അപ്പോൾ അത് കണ്ട് ദർശിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ഭഗവാനെ കാണാൻ പലർക്കും കഴിഞ്ഞില്ല. പക്ഷേ ഭഗവാനെ ആത്മലിംഗത്തിലൂടെ കാണാം. നമ്മളുടെ ദുഃഖശമനം ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഈ വാർഷിക അല്ലെങ്കിൽ ഈ ഉത്സവ സമയം ഏറ്റവും, അപ്പോൾ ഉത്സവ സമയത്ത് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം, ഇവിടുത്തെ മൂർത്തികൾ ആരൊക്കെയാണ്, ഈ മൂർത്തികൾക്കുള്ള പ്രാധാന്യം, ഈ മൂർത്തികൾക്ക് ചെയ്യുന്ന പൂജകൾ. അപ്പോൾ ഇവിടുത്തെ പൂജയ്ക്ക് മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം പൂജ ചെയ്യുമെങ്കിലും ഇവിടുത്തെ ഓരോ ക്ഷേത്രം അല്ലെങ്കിൽ ഓരോ ദേവനും കുടികൊള്ളുന്നത് സമാധിയിലാണ്. സമാധി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ആത്മാവ് ഈശ്വരനിൽ ലയിച്ച് ഈശ്വരനായിരിക്കുന്ന അവസ്ഥയാണ് സമാധി. അപ്പോൾ ഈശ്വരനും ഒരു സമാധിസ്ഥനും സെയിം ആവുന്ന അവസ്ഥ. ആ അവസ്ഥയിലാണ് ഇത്രയും സമാധികൾ അവിടെ ഇരിക്കുകയാണ്. ഒരാളോ രണ്ടുപേരോ അല്ല. അപ്പം നമ്മൾ ഓരോ പൂജകൾ അവിടെ ചെയ്യുമ്പോഴും അത് ഡയറക്റ്റ് ഈശ്വരനിലെത്തുകയാണ്. മറ്റേ നമ്മൾ പൂജകൾ ചെയ്യും, ആ പൂജയൊന്നും ഒരിടത്തും എത്തൂല. നമ്മൾ ചെയ്യും, നമ്മളൊരു ചടങ്ങ് പോലെ, അത് നമ്മൾ വഴിപാടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന ഓരോന്നും എത്തേൻ്റെ അടുത്ത് എത്തും. ഗണപതിക്ക് കൊടുത്താൽ ഗണപതിയുടെ അടുത്തെത്തും, മഹാദേവന് കൊടുത്താൽ മഹാദേവൻ്റെ അടുത്തെത്തും, അതുപോലെ ദേവിക്ക് കൊടുത്താൽ ദേവിയിലെത്തും. ഇങ്ങനെ ആർക്കാണോ നമ്മൾ പൂജ ചെയ്യുന്നത് ആ പൂജയുടെ പുണ്യം പൂർണ്ണമായി ലഭിക്കുന്ന ഒരവസ്ഥ വിശേഷം അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് തൊഴേണ്ട രീതികൾ, ഇപ്പോൾ ഒരുപാട് ഭക്തർ വരും, ആ വരുന്നവർക്ക് അവിടുത്തെ രീതികൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആണ് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഞാനിത് ചെയ്യണേ. ഇത് നിങ്ങളിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ഭഗവാൻ സ്ഥാപിച്ചതാണ്. ഈ അവിടെ ഇരിക്കുന്ന ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവങ്ങളെല്ലാം പ്രതിഷ്ഠിച്ചത് സാക്ഷാൽ ഈശ്വരൻ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളാണ്. ഭഗവാൻ കൊടുത്ത ജീവനാണ്. ശരിക്ക് ചിന്താലേശനെ അറിയാം, പരബ്രഹ്മമൂർത്തിയാണ്, സാക്ഷാൽ ഈശ്വരനാണ്. ആ ഈശ്വരൻ പ്രതിഷ്ഠിച്ച ആ വിഗ്രഹങ്ങളും ക്ഷേത്രവുമാണ് അവിടെയുള്ളത്. അപ്പോൾ ഈശ്വരനെ ഡയറക്റ്റ് ദർശനം ചെയ്യുന്നതിനൊപ്പം ഇഷ്ടദേവതയും ദർശിച്ചിട്ട് തിരിച്ചു വരാം. അതുകൊണ്ട് എല്ലാ പേരും ഈ പൂജയിൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളെ ആശ്രമത്തിൽ നടക്കുന്ന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് എല്ലാം പൂജകളാണ്. ഭഗവാൻ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പൂജകൾ, പ്രാർത്ഥനകളാണ് അവിടെ നടത്തിക്കൊണ്ട് പോകണേ. അഖണ്ഡനാമ ജപയജ്ഞം 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖണ്ഡനാമ ജപയജ്ഞം നടക്കുകയാണ്. അത് 26-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 29-ാം തീയതി 26-ാം തീയതി രാത്രി വൈകുന്നേരത്തോടുകൂടി ദീപാരാധനയോടുകൂടി ആരംഭിക്കും. 29-ാം തീയതി ദീപാരാധനയോടുകൂടി അവസാനിക്കും. 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖണ്ഡനാമ ജപ യജ്ഞം, അത് മുടങ്ങാതെ ഇത്രയും സമയം നീണ്ടു നിൽക്കുന്ന നാമയജ്ഞം, അതുപോലെ ഉള്ള മഹാപൂജകൾ എല്ലാം ലോക നന്മയ്ക്കായിട്ടുള്ള പൂജകൾ, അതുപോലെ സമാധി ദിവസം ഉള്ള പ്രത്യേക പൂജകൾ. അപ്പോൾ ഇതെല്ലാമാണ് അവിടുത്തെ പ്രധാന വഴിപാടുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും ബ്രോഷർ അല്ലെങ്കിൽ ഒരു നോട്ടീസ് നമ്മളിതിൽ നിങ്ങൾക്ക് ഇട്ടുതരും. കാരണം ഈ പറഞ്ഞ പലതും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ആ നോട്ടീസിൽ നോക്കി ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നമ്മളുടെ വഴിപാടുകളെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ വാർഷികത്തിന് ഒരു എപ്പിസോഡ് ചെയ്തത്
കൊണ്ട് ധാരാളം പേർക്ക് ഉപയോഗപ്പെട്ടു, ധാരാളം പേർക്ക് അറിയാൻ പറ്റി. അത്രയ്ക്ക് പേര്, ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ദർശനം ചെയ്തത്. അത് മറ്റ് ഭക്തർക്ക് കൂടി, ഇതുപോലെ പറ്റി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ഗുരുക്കന്മാരുടെ സന്നിധിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ഭഗവത് ദർശനം കിട്ടുകയാണെങ്കിൽ അവരെ ആത്മജ്ഞാനം വർദ്ധിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അതും കൂടി നിങ്ങൾ ഓരോന്ന് ചെയ്യുന്ന ഓരോ പുണ്യകർമ്മമായി മാറും ഇത് ഓരോ വ്യക്തിയിലേക്കും കൂടി എത്തിക്കുന്നത്. നമ്മളിപ്പോൾ ചിന്താലയ ആശ്രമ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രാങ്കണമാണ്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഭഗവാന്റെ ജീവസമാധി കുടികൊള്ളുന്ന സ്ഥലം, അതിലുപരി ഭഗവാൻ സ്ഥാപിച്ച അമ്പലമാണ്. ഇപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ജീവൻ കൊടുത്ത ക്ഷേത്രമാണ്. ഓരോ വിഗ്രഹങ്ങൾക്കും ശരിക്ക് സ്വയംഭൂ ക്ഷേത്രങ്ങളാണ് കൂടുതലായിട്ടും. ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കെല്ലാം ജീവൻ കൊടുത്തത് ശരിക്ക് ഈശ്വരൻ തന്നെയാണ്. ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ ഭഗവാന്റെ ക്ഷേത്രത്തിൽ വരുന്ന ഒരു വ്യക്തി, അതായത് ചിന്താലയ ആശ്രമത്തിൽ വരുന്ന ഒരു വ്യക്തി എവിടെ തൊട്ട് തൊഴുത്, ഏതൊക്കെ മൂർത്തികളെ തൊഴുത് പോകണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വരുന്ന ഭക്തരും തൊഴുത് വരേണ്ട രീതി നമുക്ക് നോക്കാം. വരുന്ന ഓരോ വ്യക്തിയും ആശ്രമത്തിൽ ആദ്യം വരുന്നവരാവട്ടെ, നിരന്തരം വരുന്നവരാവട്ടെ, ഇവിടെ വന്ന് ആദ്യം ഈ രജിസ്റ്ററിൽ നമ്മളുടെ പേര് അല്ലെങ്കിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ജയകുമാർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനാണ് ശരിക്ക് ഇതിൻ്റെ ചാർജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടു കൂടി, അല്ലെങ്കിൽ ഇവിടെ വരുന്നവരാരാണ്, അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നവരാണ്, ആശ്രമത്തിന് മുമ്പ് വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തിരക്കി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ റിസപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നാണ് ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷമേ ഓരോ ആളുകൾ അമ്പലത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ജീവസമാധിയിലേക്ക് പ്രവേശിക്കാവൂ. ഇത് ഭഗവാൻ വിശ്രമിച്ച സ്ഥലമാണ്. ഇവിടെ ഭഗവാന്റെ പാദം അല്ലെങ്കിൽ മെതിയടി വച്ചിട്ടുണ്ട്. അത് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുത്തെ മറ്റ് മൂർത്തികൾ തൊഴാനായിട്ട് പോണത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പ്രാർത്ഥന അല്ലെങ്കിൽ ദർശനം ആരംഭിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ ആദ്യകാലങ്ങളിലൊക്കെ ഭക്തർക്ക് ദർശനം കൊടുത്തുകൊണ്ടിരുന്നത്. ഭഗവാൻ ഈ ഇരുന്ന സ്ഥലത്താണ് ആ ഫോട്ടോ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഭക്തർ വന്ന് ഈ രണ്ട് സൈഡിലുമായിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇരിക്കുമായിരുന്നു. ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ഇരിക്കും. ഭഗവാൻ ഇവിടെ വന്ന് വളരെ സമയം, ചിലപ്പോൾ സമയമൊന്നുമില്ല, അത്രയും സമയം ഇവിടെ ഇരുന്ന് ഓരോരുത്തരുടെ വിശേഷങ്ങൾ തിരക്കി അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിന് സമാധാനം കൊടുത്ത് അവരുടെ ആഗ്രഹ നിവൃത്തി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. അതിനൊപ്പം തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് നമ്മളെ ആശ്രമ കൺവീനർ ജയകുമാർ സാറ്. അദ്ദേഹത്തിനാണ് ഈ ചിന്താലയ ആശ്രമത്തിൻ്റെ ചുമതല. അദ്ദേഹമാണ് ഇന്ന് നമ്മളെ കൂടെ ഈ ഓരോ കാര്യങ്ങൾ കാണിക്കാനും കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ആശ്രമത്തിൻ്റെ ശരിക്ക് ഇവിടുത്തെ പൂർണ്ണ ചുമതലക്കാരനാണ്.
ഭഗവാൻ അവസാന സമയങ്ങളിൽ ഭഗവാൻ ഇവിടെയാണ് വിശ്രമിച്ചത്. അതായത് ഭഗവാൻ രാത്രി ഉറങ്ങണത്, ഉറക്കം എന്ന് പറയാൻ പറ്റില്ല, ഭഗവാൻ ഉറങ്ങാറില്ല, എന്നാലും ശരിക്ക് രാത്രി കാലങ്ങളിൽ കുറച്ചെങ്കിലും വിശ്രമിച്ചിരുന്നത് ഈ കട്ടിലിലാണ്. അവസാനം ഭഗവാൻ ജീവസമാധിയിൽ സമാധിസ്ഥനായതും ഈ കട്ടിലിൽ ഇരുന്നു കൊണ്ടാണ്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഈ കട്ടിൽ. ഞങ്ങൾ വരുന്ന ഓരോരുത്തർക്കും അത് ദർശിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവർക്ക് കണ്ട് മടങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യാർത്ഥം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഭഗവാൻ 50 വർഷക്കാലം, അര നൂറ്റാണ്ട് ആലപ്പണി ചെയ്താണ് ശരിക്ക് ഞങ്ങളെ എല്ലാം വളർത്തിയത്. ഭഗവാൻ എല്ലാ കാര്യവും ചെയ്തത് ഇരുമ്പിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. റബ്ബർ ടാപ്പിംഗ് കത്തി അടിക്കുക, റബ്ബർ ടാപ്പിംഗ് കത്തി മൂർച്ച വരുത്തി കൊടുക്കുക, അതുപോലെ പൂട്ട് ഉണ്ടാക്കുക, മറ്റ് പണികൾ, ഇരുമ്പ് പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ ഭഗവാൻ ചെയ്ത അരവും അതുപോലെ പണിയായുധങ്ങളാണ് ഈ കാണുന്ന ഓരോന്നും. കാരണം ഇത് ഉദയം തൊട്ട് അസ്തമയം വരെ ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്താണ് ഭഗവാൻ ഇതെല്ലാം ശരിക്ക് ഉണ്ടാക്കിയത്. ഓരോരുത്തരുടെ ദുരിതവും ഈ ആലയിൽ കത്തിച്ച് കളയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ദുരിതമായിട്ട് വരുന്നവരുടെ എല്ലാം ദുരിതങ്ങൾ ശമിപ്പിച്ച് ഈ അഗ്നിയിൽ സ്വയമേവ അഗ്നി ജ്വലിപ്പിച്ച് അഗ്നി തന്നെ കത്തിച്ച് കളഞ്ഞുകൊണ്ടിരുന്ന ഒരു അര നൂറ്റാണ്ട് കാലഘട്ടം. ആ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഭഗവാന്റെ പണിയായുധങ്ങൾ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് എപ്പോഴും. ഇത് ഭഗവാന്റെ മെതിയടി എന്ന് പറയുമ്പോൾ ഭഗവാന് കൊണ്ട് ആരോ സമർപ്പിച്ചതാണ്. പക്ഷെ ആ മെതിയടി ഭഗവാൻ കാലിൽ ഇട്ട് വെറുതെ എങ്കിലും അല്പം ദൂരം നടന്നു. ഭഗവാൻ ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല, ഷർട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ മെതിയടി ഭഗവാന്റെ പാദസ്പർശം ഏറ്റ മെതിയടി ആയതുകൊണ്ട് ഞങ്ങളത് വെള്ളി കെട്ടി ഭഗവാന്റെ ഭക്തരായി വരുന്നവർക്കെല്ലാം കാണാൻ വേണ്ടി ഭഗവാന്റെ പാദ സമർപ്പണം പോലെ വച്ച് എല്ലാ ഭക്തർക്കും ദർശിക്കാനുള്ള സൗകര്യാർത്ഥം വെച്ചു. അതുപോലെ ഞങ്ങൾ ഉത്സവം വരുന്ന സമയത്ത് ഈ പാദപൂജയോടു കൂടിയാണ് ഉത്സവം തുടങ്ങണേ. പാതുക പൂജ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രത്യേക പൂജ, ഭഗവാന്റെ ഈ 2 പാതുകം കൊണ്ടുപോയി വച്ചാണ് നമ്മൾ പൂജ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം ഇവിടുത്തെ വാർഷികത്തിന് അല്ലെങ്കിൽ ഭഗവാന്റെ ഇവിടുത്തെ ഉത്സവത്തിനെല്ലാം ഈ പാതുകമാണ് നമ്മൾ ഉപയോഗിക്കണേ. ഈ പാതുക വച്ചുള്ള പൂജയോട് കൂടിയാണ് ഇവിടുത്തെ പൂജ ആരംഭിക്കണേ. ഈ ചെയർ, അത് ഭഗവാൻ ചെയറിലിരിക്കുന്ന ഒരു പതിവ് ഭഗവാൻ ഇല്ലായിരുന്നു. ഭഗവാൻ തറയിൽ ഇരുന്നാണ് ശരിക്കും അവസാന സമയം എത്തിയപ്പോൾ മാത്രമാണ് ഭഗവാന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ആണ് ശരിക്കും നിർബന്ധ ബുദ്ധിയാൽ ആണ് എല്ലാവരും കൂടി ചെയർ ഉണ്ടാക്കിയിടുകയും അങ്ങനെ ചെയറിൽ ഭഗവാൻ എണീറ്റ് ഇരിക്കുമായിരുന്നു. ആ ചെയറാണ് ഇത്. ഭഗവാൻ ഇരുന്ന ചെയർ നമ്മളിപ്പോഴും സൂക്ഷിച്ച് ഭക്തർക്ക് കാണാൻ വേണ്ടി ഇവിടെ വച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ ഗുരുപ്രാർത്ഥന, അദ്ദേഹം ഗുരുവാണ്, ഈശ്വരൻ എന്ന് മനസ്സിലാക്കി തരികയും അങ്ങനെ ഗുരുപ്രാർത്ഥനയാണ് ഭഗവാൻ ചെയ്തു പോന്നിരുന്നത്. അപ്പോൾ ഗുരുപ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ഒരു ദീപം കത്തിച്ച് ചന്ദനത്തിരിയും കത്തിച്ച് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഗുരുപ്രാർത്ഥനയ്ക്കിരിക്കും. ആ പ്രാർത്ഥിച്ച് പോകുന്ന വിളക്കും ആണ് ഈ കാണുന്ന ദീപം. അത് ഭഗവാൻ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദീപമാണ്
നമ്മളിപ്പോഴും ആ വിളക്കാണ് ഇപ്പോഴും കത്തിച്ച് വച്ചിരിക്കുന്നത്. ഭഗവാൻ ഉപയോഗിച്ച് പോകുന്ന സാധനങ്ങളാണ് പലതും ഇരിക്കുന്നത്. കാരണം ചെറിയ പാത്രങ്ങൾ വരെ, കാരണം അതിലൊക്കെ ഭസ്മമോ അല്ലെങ്കിൽ ചില്ലറ പൈസയൊക്കെ ഇട്ട് വരുന്നവർക്കെല്ലാം ഭഗവാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ഭഗവാൻ ഉപയോഗിച്ച് പോന്നിരുന്നിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോന്നും. അപ്പോൾ ഭഗവാൻ ആഹാരം കഴിക്കുക എന്ന് പറയണ ശരിക്കും ആഹാരം ഇല്ല. ചിലപ്പോൾ ശകലം കഞ്ഞിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓട്സോ അതുപോലെ എന്തെങ്കിലും ലഘു ആയിട്ട് കഴിക്കുമായിരുന്നു. അങ്ങനെ ഭഗവാൻ ആഹാരം കഴിച്ച പാത്രം ആണ് ഈ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നാണ്, അല്ലാതെ ഒരു ചെറിയ സ്റ്റൂളിട്ട് ഇവിടെ ഇരുന്നാണ്. പണ്ട് തറയിലിരുന്നേ ഭഗവാൻ കഴിക്കുള്ളായിരുന്നു. അവസാന സമയത്ത് ഉപയോഗിച്ച അതാണ് ഈ സ്റ്റൂളും ഈ ചെറിയ പാത്രങ്ങളാണ് ഈ കാണുന്ന പാത്രങ്ങൾ. ഭഗവാൻ ഭക്ഷണം കഴിക്കാനും അതുപോലെ വെള്ളം കുടിക്കാനും ഒക്കെ ഉപയോഗിച്ച പാത്രങ്ങളാണ് ഈ കാണുന്ന പാത്രങ്ങൾ. അതും ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഭഗവാൻ കിടന്ന സ്ഥലം തൊഴുത് കഴിഞ്ഞാൽ അവിടുന്ന് മാതൃപിതൃ സഹോദര സമാധി ആണ് പിന്നെ ഉള്ളത്. ഈ സമാധി തൊഴുതതിന് ശേഷമേ താഴെ അമ്പലത്തിലേക്ക് പ്രവേശനം ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ തൊഴുതിട്ടാണ് നമുക്ക് താഴോട്ട് പോവേണ്ടത്. ഈ മാതൃ സമാധിയിൽ നമ്മൾ തൊഴുന്നതിൻ്റെ പ്രാധാന്യം തന്നെ ഭഗവാൻ എന്നും പ്രാധാന്യം കൊടുത്തുള്ളത് അച്ഛൻ്റെ അമ്മയുടെയും മാതാവും പിതാവും അതുപോലെ സഹോദര സ്ഥാനവും കഴിഞ്ഞിട്ടാണ് ദേവസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഭഗവാൻ അത് കാട്ടി തന്നിരിക്കുകയാണ്, അത് ആ സമാധിയിലൂടെ. ഭഗവാന്റെ പിതാവിൻ്റെ ഈ സമാധിക്ക് ഭഗവാൻ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടും മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കാറുള്ളൂ. എന്നും അങ്ങനെയായിരുന്നു. അത് മറ്റുള്ളവർക്കൊരു മാതൃകയാക്കി തരുന്നു. ഭഗവാന്റെ ജീവസമാധി ഇത് ദർശിക്കുക എന്ന് പറയുന്നത് നമ്മൾ 108 ശിവക്ഷേത്രങ്ങളിൽ 108 ശിവലിംഗം തൊഴുത് പ്രാർത്ഥിക്കുന്നതിന് സമമാണ് ഭഗവാന്റെ ഈ ആത്മലിംഗം. ഇത് ആത്മലിംഗമാണ്. കാരണം ഭഗവാൻ പൂർണ്ണ സമാധി, അതായത് യോഗനിദ്രയിൽ ഇരിക്കുന്ന സ്ഥലമാണ്. ജീവസമാധി എന്ന് പറയുമ്പോൾ യോഗനിദ്രയിലിരിക്കുകയാണ്. ഭഗവാൻ എപ്പോഴും വേണോ യോഗനിദ്രയിൽ ഇരുന്നു കൊണ്ട് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശ്വരനിലെ സ്ഥലമാണ്. അപ്പോൾ ഈ സമാധി അല്ലെങ്കിൽ ദർശിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു 108 മഹാശിവക്ഷേത്രങ്ങൾ ദർശനം ചെയ്തതിൻ്റെ മഹാപുണ്യം ലഭിക്കും ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ഭഗവാന്റെ ആത്മലിംഗം ദർശിച്ചാൽ. അപ്പോൾ ഇത് ആണ് ഇവിടുത്തെ ഏറ്റവും, കാരണം ഭഗവാൻ ഇതിനുള്ളിൽ ജീവസമാധിയിൽ കുടികൊള്ളുകയാണ്. ഭഗവാനെ നമുക്ക് ഈ ആത്മലിംഗത്തിലൂടെ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും പുണ്യഭൂമിയാണ്, അല്ലെങ്കിൽ പുണ്യസ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തൊഴുതിട്ടാണ് മറ്റ് ദേവതകളെ തൊഴുത് തുടങ്ങുന്നത്.
ഇത് ഭഗവാന്റെ സമാധിയിൽ സമർപ്പിക്കാൻ കൊണ്ടുവന്ന ഉരുളികളാണ്. അത് ഭഗവാന്റെ സമാധിയിൽ അകത്ത് കയറി സമർപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഭഗവാന്റെ സന്നിധിയിൽ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇവിടെ വരുന്ന ഭക്തര് പലതും ഇവിടെ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സമർപ്പണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഓരോ തട്ടങ്ങൾ വച്ചിരിക്കുന്നത്. അത് ശരിക്ക് ഭസ്മമാവട്ടെ, അല്ലെങ്കിൽ ചന്ദനത്തിരിയാവട്ടെ, വിളക്കെണ്ണയാവട്ടെ, മറ്റ് പൂവുകളായിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഉള്ള നിലവിളക്ക് തൊട്ട് ഉള്ള ഭഗവാന് അർപ്പിക്കാൻ കൊണ്ടുവരുന്നതെല്ലാം സമർപ്പിക്കാനുള്ള സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെയും സമാധി ദർശിക്കാം. അപ്പോൾ സമാധി ദർശിക്കാനായിട്ട് വരുന്നവർക്ക് രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെയും ദർശനത്തിന് ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആത്മലിംഗ ദർശനം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കേണ്ടത് വിഘ്നേശ്വരനെയാണ്, മഹാഗണപതിയെയാണ്. ഇവിടുത്തെ ഗണപതിക്ക് ഉള്ള പ്രത്യേകത സ്വയംഭു ഗണപതിയാണ്. അപ്പോൾ ഭഗവാൻ പ്രതിഷ്ഠിച്ച ഗണപതിയാണ്, ഇത് സ്വയംഭു ഗണപതിയാണ്. അപ്പോൾ അത്ര പവർഫുള്ളായിട്ടുള്ള ഗണപതിയാണ് ഇവിടെയുള്ളത്. മഹാഗണപതിക്ക് ഹോമം ചെയ്ത് ഈ ഗണഭഗവതിയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും നടക്കാതെ പോകത്തില്ല. എന്ത് വിഘ്നത്തെയും മാറ്റിത്തരാൻ ശക്തിയുള്ള സ്വയംഭൂ ഗണപതിയാണ് ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശരിക്കും മഹാഗണപതിയെ, സ്വയംഭൂ ഗണപതിയെ തൊഴുത് കഴിഞ്ഞാൽ രാജരാജേശ്വരിയെ തൊഴുകയാണ് ചെയ്യേണ്ടത്. കാരണം രാജരാജേശ്വരി എന്ന് പറയുമ്പോൾ സർവ ഐശ്വര്യവതിയായിട്ടാണ് ഇവിടെ ദേവിയുടെ ചൈതന്യം. മഹാലക്ഷ്മിയായിട്ടും അഷ്ടദേവികളായിട്ട് ഇരിക്കുന്ന അമ്മയാണ്. അന്നപൂർണേശ്വരിയായിട്ടും ധനദേവതയായിട്ടും എന്ത് ആഗ്രഹിച്ച് അന്നപൂർണേശ്വരിയെ അല്ലെങ്കിൽ രാജരാജേശ്വരിയെ പ്രാർത്ഥിക്കുന്നുവോ ആ ഫലസിദ്ധി കിട്ടും. കുടുംബത്തിനകത്ത് സർവ ഐശ്വര്യദായിനിയായിട്ടിരിക്കുന്ന ദേവിയാണ്. അപ്പോൾ മഹാമായയെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം അടുത്ത മൂർത്തികളിലേക്ക് പോകാൻ. ആശ്രമത്തിൽ മറ്റൊന്ന് ഇവിടെ വിദ്യാരംഭം കുറിക്കാറുണ്ട്. കുഞ്ഞ് മനസ്സുകളെ അറിവ് പകർന്നു കൊടുക്കാനായിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പണ്ടേ മുതൽക്ക് തന്നെ ഇവിടെ വിദ്യാരംഭം കുറിക്കാറുണ്ട്. ഈ ദേവസന്നിധിയിൽ വിദ്യാരംഭം കുറിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും വിദ്യയ്ക്ക് അവർക്ക് കുറവ് വരില്ല, അവർക്ക് അറിവിനൊരു കുറവും വരത്തില്ല. ഇവിടെ പഠിച്ച അല്ലെങ്കിൽ വിദ്യാരംഭം കുറിച്ച കുട്ടികളെല്ലാം നല്ല നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് വിദ്യാരംഭ സമയത്ത് മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഇവിടെ വിദ്യാരംഭം കുറിക്കാറുണ്ട്. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ശരിക്ക് രാജരാജേശ്വരിയെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കണം. ഇവിടെ സർവ ഗുരുവും സർവ സൈന്യാധിപനും സർവ സംരക്ഷകനുമായിട്ടിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ്. അത്ര പവർഫുള്ളായിട്ടിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ്. എന്ത് ദുരിതങ്ങളും
എന്ത് തടസ്സങ്ങളും മാറ്റിത്തരാൻ ശക്തിയുള്ള ശരിക്ക് ഞങ്ങൾ ജ്യോതിഷികളുടെ ദേവനും കൂടിയാണ് ശരിക്ക് സുബ്രഹ്മണ്യ സ്വാമി. അപ്പം ഭഗവാന്റെ അത്ര പ്രസൻസുള്ള ശരിക്ക് ഇവിടെ പല സമയങ്ങളിലും പൂജാ സമയത്തും അല്ലാതെയും മയിൽ ഇവിടെ മയിലൊന്നുള്ള ഏരിയ അല്ല എങ്കിൽ പോലും മയിൽ വരെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പ്രസൻസുള്ള ഭഗവാന്റെ പ്രസൻസുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഭഗവാനെയാണ് സുബ്രഹ്മണ്യ സ്വാമിയാണ് രാജരാജേശ്വരിയെ തൊഴുത് കഴിഞ്ഞാൽ അടുത്ത് തൊഴേണ്ടത്. ഇത് മഹാവിഷ്ണു പ്രതിഷ്ഠയാണ്. ഇതും സ്വയംഭുവാണ്. ഇവിടെ എല്ലാം സമാധികളാണ്. സമാധി എന്ന് പറയുമ്പോൾ അത് ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നതാണ് സമാധികളെല്ലാം. അപ്പോൾ ഈ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും സമാധി ക്ഷേത്രമാണ്. അത്ര ശക്തി ക്ഷേത്രമാണ്. സമാധിക്കറിയാം അത് നശിക്കാത്തതാണ്, ജീവചൈതന്യം കുടികൊള്ളുന്നതാണ് സമാധി. ആ സമാധി ക്ഷേത്രവും കൂടിയാണ് മഹാവിഷ്ണു ക്ഷേത്രം. നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വന്ന് മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഭഗവാൻ ഈ ഓർഡറായിട്ടാണ് ഇവിടെ ഓരോ ഒന്നും സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ മഹാവിഷ്ണുവിനെ തൊഴുത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ദേവതയിലേക്ക് പോകാൻ. മഹാവിഷ്ണുവിനെ തൊഴുത് കഴിഞ്ഞാൽ ശ്രീ ഭദ്രകാളി ദേവിയെ ആണ് തൊഴേണ്ടത്. ഭദ്രകാളി അമ്മയ്ക്ക് ഉള്ള പ്രത്യേകത, ഇവിടുത്തെ ദേവി സർവ ശത്രു സംഹാരിണിയാണ്. എന്ത് ദോഷമുണ്ടോ, എന്ത് നെഗറ്റീവ് ദോഷമുണ്ടോ, ബാധാദോഷമാവട്ടെ ശത്രുദോഷമാവട്ടെ, സർവ നെഗറ്റീവ് ദോഷത്തെയും മാറ്റി സർവരെയും സംരക്ഷണ ഏറ്റെടുത്തിരിക്കുന്ന ദേവിയാണ്. അമ്മയെ പ്രാർത്ഥിച്ചു പോകുന്ന ഒരാളിനെയും അമ്മ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാതെ വിടത്തില്ല. അപ്പോൾ അത്ര ശക്തി ദേവിയാണ് ഇവിടെ ഇരിക്കുന്ന ഭദ്രകാളി അമ്മ. അപ്പോൾ അമ്മയെ തൊഴുതിട്ട് വേണം അടുത്ത ദേവതയിലേക്ക് പോകാൻ. ശരിക്ക് ഭദ്രകാളി അമ്മയെ തൊഴുത് കഴിഞ്ഞാൽ ശ്രീ പോർക്കലിയെ തൊഴുകയാണ് ചെയ്യേണ്ടത്. കാരണം ഈ ഓരോ ദേവതകളുടെ രീതിയിൽ തൊഴുത് പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ എനർജി, നമ്മളിലുള്ള നെഗറ്റീവ് ഭാവം മാറി നമുക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. പോർക്കലി ക്ഷേത്രവും സമാധികളാണ്. ഇവിടെ ക്ഷേത്രങ്ങളെല്ലാം ഇരിക്കുന്നത് സമാധിസ്ഥമായ സ്ഥലത്താണ്. അത്രയും ഒരു സമാധി സ്ഥലമാണ് ശരിക്ക് ചിന്താലയ ആശ്രമം. ഇതിലെത്ര സമാധികളുണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം ഈ ഭഗവാൻ സ്ഥാപിച്ചിരിക്കുന്ന എല്ലാം സമാധികളിലാണ്. കാരണം കാലകാലങ്ങളായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമാധികളാണ്. ഇപ്പോൾ പോർക്കലി അമ്മ ഇരിക്കുന്നതും സമാധിയിലാണ്. അപ്പോൾ അത്രയും ശക്തി ഉള്ള സമാധികൾക്കെല്ലാം ശക്തിയുണ്ട്. അപ്പോൾ ഭഗവാൻ പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഇരട്ടി ശക്തി വരും എന്നുള്ളതിന് സംശയം വേണ്ട. ഇവിടെ പോർക്കലി ദേവിയെ തൊഴുത് കഴിഞ്ഞാൽ സ്വയംഭു നാഗരാജാവാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ആയില്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നാഗദോഷത്താൽ കഷ്ടപ്പെടുന്നവർ, നാഗശാപം അല്ലെങ്കിൽ നാഗദോഷം എത്താൽ കഷ്ടപ്പെടുന്നവർ ഇവിടുത്തെ ആയില്യ പൂജയിൽ പങ്കെടുത്ത് ഇവിടുത്തെ ആയില്യ പൂജ ചെയ്ത് പോയി അവർക്ക് ശരിക്ക് മഞ്ഞയും ചുണ്ണാമ്പും പോലെ അത്ര വേഗത്തിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതായി കണ്ടിട്ടുണ്ട്. ഭഗവാൻ പണ്ട് ഇവിടെ നാഗപൂജ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന സമയത്ത് നാഗർ പ്രത്യക്ഷമായി ആ നാഗപൂജ പറ്റിയിട്ടുണ്ട്, അത് സ്വീകരിച്ചിട്ടുണ്ട്. ഭഗവാന് കൊടുത്തിട്ടുള്ള ആ നാഗരായി ഇപ്പോഴും നാഗരുടെ പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇത്. സ്വയംഭൂ നാഗരാജാവാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നാഗദോഷത്തിന് ഇത്രയും അല്ലെങ്കിൽ
ഇത്രയും ശക്തമായ ഒരു ഇടം ചിലപ്പോൾ ഉണ്ടാവുമെന്ന് തന്നെ കാണുന്നില്ല. ഇവിടെ ശരിക്ക് നാഗ രാജാവിനെ തൊഴുത് കഴിഞ്ഞാൽ ഇതും സമാധിസ്ഥമായ ദേവതകളാണ്. അതിൽ പ്രധാനമായി ഒരു ക്ഷേത്രത്തിൽ തന്നെ 3 ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, 3 തട്ടായിട്ട്. വന്ന് കണ്ടാൽ അറിയാം. മുകളിൽ നരസിംഹമൂർത്തി അറിയാം. ഭഗവാന്റെ പ്രസൻസ് ശരിക്ക് ദശാവതാരങ്ങളിൽ ഏറ്റവും ശക്തി അവതാരം എന്ന് വേണമെങ്കിൽ പറയാം നരസിംഹമൂർത്തിയെ. അപ്പോൾ ഭഗവാൻ ഇവിടെ വളരെ ശക്തമായി വരുന്ന ഭക്തർക്കെല്ലാം ശരിക്കും അനുഗ്രഹമേകി അവരെ സംരക്ഷണ മൂർത്തിയായിട്ടിരിക്കുന്ന നരസിംഹമൂർത്തിയാണ്. അതിന് താഴെയായിട്ട് ധന്വന്തരി മൂർത്തി. ഇപ്പോൾ ധന്വന്തരി അറിയാമല്ലോ, സർവ രോഗശമനം, എല്ലാ അസുഖങ്ങളെയും മാറ്റി, നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ദുരിതവും മാറ്റി, എത്രയോ മാരകമായ രോഗങ്ങൾ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളവർക്ക് ഇവിടെ നാമജപത്തിൽ പങ്കെടുത്ത് നാമം നടത്തി ഈ മൂർത്തികളെ യഥാവിധി പ്രാർത്ഥിച്ച് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്ത് പോകുന്നവർക്ക് രോഗശമനം ഉറപ്പാണ്. അങ്ങനെ രോഗശമനാർത്ഥം ഭഗവാൻ സ്ഥാപിച്ചിരിക്കുന്ന ധന്വന്തരി മൂർത്തി, അതുപോലെ സുദർശന മൂർത്തി. സുദർശനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഭഗവാന്റെ ഏറ്റവും ശക്തി ആയുധമാണ്. കാരണം ഒരാളിനെ സംരക്ഷിക്കാൻ വേണ്ടി യന്ത്രങ്ങളിൽ വച്ചിട്ട് യന്ത്രരാജനാണ് സുദർശനം. ഒരാൾ രാജാവ് എന്ന് പറയാൻ കാരണം ഒരു സുദർശന യന്ത്രം ദേഹത്ത് ധരിച്ചാൽ പോലും ആ ഭാഗത്ത് ഒരു ദുഷ്ടശക്തിയും വരില്ല, അത്ര പവറാണ് ഒരാൾ ദേഹരക്ഷയായി ധരിച്ചാൽ പോലും. അപ്പോൾ പിന്നെ ഒരു മൂർത്തിഭാവത്തിൽ സ്വയംഭൂവായിട്ടിരിക്കുന്ന ഭഗവാന്റെ അവസ്ഥ പറയാനുണ്ടോ? അപ്പോൾ സുദർശന മൂർത്തി. അങ്ങനെ 3 ശക്തരായിട്ടുള്ളവരെയാണ് നമ്മൾ ഒറ്റ ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേരെയും നമുക്ക് ഒരിടത്ത് നിന്ന് തന്നെ പ്രാർത്ഥിച്ച് പോകാം. ഇവിടെ ശരിക്ക് നമ്മൾ ത്രിമൂർത്തികൾ, 3 മൂർത്തികൾ ഒരിടത്ത് കുടികൊള്ളുന്നത്, 3 മൂർത്തികളെന്ന് പറയുമ്പോൾ ശരിക്കും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരല്ല. ശരിക്ക് നരസിംഹമൂർത്തി, ധന്വന്തരി മൂർത്തി, അതുപോലെ സുദർശനമൂർത്തി, ഭഗവാന്റെ തന്നെ 3 മൂർത്തിഭാവങ്ങളെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് ശനീശ്വരനെയാണ് വന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാൻ സ്ഥാപിച്ച ശനീശ്വരനാണ്. ശനിദോഷ നിവാരണത്തിന്, കാരണം ശനി ഒരാളിനെ പല രൂപത്തിൽ കർമ്മഫലത്തെ കുറയ്ക്കുന്ന, ശരിക്ക് ജ്യോതിഷപ്രകാരം ജഡ്ജിയാണ് ശനീശ്വരൻ. കാരണം നമ്മളെ കർമ്മഫലങ്ങളെ കുറച്ച് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്ന ദേവനാണ് ശനി ഭഗവാൻ. ആ ശനിയുടെ ദോഷ കാഠിന്യം കുറച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശനി ഭഗവാന് ഇവിടെ വിശേഷാൽ നീരാഞ്ജനം കത്തിക്കാറുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ. ഇല്ലാതെ തന്നെ എല്ലാ ദിവസവും ഭഗവാനെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നവർക്ക് ശനിയുടെ ദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും എന്നുള്ളതിന് സംശയം വേണ്ട. ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ശനി ഭഗവാന് നീരാഞ്ജനം കത്തിച്ചിട്ടുള്ളവർക്ക് ശനിയുടെ കാഠിന്യത്തിൽ നിന്ന് അയവുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അതുപോലെ ശനിയുടെ പ്രസൻസ് ഉണ്ട് എന്ന് പറയാൻ കാരണം എല്ലാ ദിവസവും 100 കണക്ക് കാക്കകളാണ് ഇവിടെ രാവിലെ അന്നം കഴിക്കാൻ വേണ്ടി വരുന്നത്. എല്ലാ ദിവസവും കാക്കയ്ക്ക് അന്നം കൊടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇവിടം. അപ്പോൾ ശനീശ്വരൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് ഉള്ളതിന് തെളിവാണ്. അപ്പോൾ ശനീശ്വരനെ തൊഴുതതിന് ശേഷമാണ് നമുക്ക് അടുത്ത ദേവതയിലേക്ക് പോവേണ്ടത്.
ഇത് തമ്പുരാൻ. തമ്പുരാന് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കാവുണ്ട്. കാവെന്ന് പറയുമ്പോൾ സർപ്പക്കാവ്. ഈ സർപ്പക്കാവ് സ്വാമി ചെറുപ്രായത്തിൽ സ്വാമി താമസിക്കുന്നതിന് തൊട്ടടുത്താണ് സർപ്പക്കാവ്. ഈ സർപ്പക്കാവിൽ തമ്പുരാൻ്റെ ഒരു പാറ, തമ്പുരാൻ പാറ, ആ കാവിനുള്ളിൽ ഭഗവാൻ പലപ്പോഴും വളരെ ചെറുതായിരുന്ന സമയത്ത് സ്വാമി അവിടെ പോയി കിടക്കുമായിരുന്നു. അങ്ങനെ സ്വാമിയെ കാണാതെ പലപ്പോഴും അന്വേഷിച്ച് ചെല്ലുമ്പോൾ സർപ്പങ്ങൾ ചുറ്റും കാവൽ നിൽക്കും. അതിനകത്തേക്ക് ആരെയും സ്വാമി ഉണരുന്നത് വരെ ആർക്കും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി സർപ്പൻ അവിടെ കാവൽ നിൽക്കും. അപ്പോൾ ആ തമ്പുരാൻ ഇവിടെ ഈ ക്ഷേത്ര സംരക്ഷകനായിട്ട് ഇവിടെ ആ തമ്പുരാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ തമ്പുരാൻ്റെ ക്ഷേത്രം. ഈ സ്ഥലത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ഈ സ്ഥലം ശരിക്ക് പ്രതിഷ്ഠ എന്നല്ല, ഇതൊരു ഹോമകുണ്ഡമായിരുന്നു. ഈ ഹോമകുണ്ഡത്തിൽ ഭഗവാൻ ഒരിക്കൽ ഗണപതി ഹോമം ചെയ്തു. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ഭഗവാൻ ഗണപതി ഹോമം ചെയ്യണമെന്ന് കണ്ടപ്പോൾ അതിൽ പങ്കെടുക്കാൻ വളരെ കാലം മുമ്പ്, ഇപ്പോഴൊന്നും അല്ല, ഇതൊക്കെ ശരിക്ക് കാലങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഗണപതി ഹോമം ചെയ്ത് ഓരോ നിവേദ്യവും മഹാഗണപതിക്ക് കൊടുക്കുമ്പോൾ ഗണപതിയുടെ തുമ്പിക്കൈ വന്ന് ഭഗവാൻ കൊടുക്കുന്ന ഓരോന്നും അഗ്നിയിൽ വീഴാതെ തുമ്പിക്കൈ കൊണ്ട് വാങ്ങി കഴിക്കുന്നതായിട്ട് എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റി. അങ്ങനെ മഹാഗണപതിയെ ഭഗവാൻ ഗണപതി ഹോമം ചെയ്തതോടുകൂടി ഭക്തർക്കെല്ലാം പ്രത്യക്ഷപ്പെടുത്തി എല്ലാ ഭക്തർക്കും കാണാൻ സാധിച്ചു. എന്നിട്ട് ഗണപതി ഹോമം കഴിഞ്ഞു, ഇനി ഞാൻ ഗണപതി ഹോമം ഇനി ചെയ്യുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞതിന് മാത്രമല്ല, പിന്നെ ഭഗവാൻ ഗണപതി ഹോമത്തിന് ചെയ്തിട്ടില്ല, അതിലുപരി ഈ ഹോമകുണ്ഡം മൂടിക്കളയാൻ പറഞ്ഞു. ഇനി ഈ ഹോമകുണ്ഡത്തിൽ ഹോമം ചെയ്യണ്ട. അങ്ങനെ മഹാഗണപതിയെ പ്രത്യക്ഷപ്പെടുത്തിയ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടായ ആ സ്ഥലമാണ് ഇത്. ഈ ഹോമകുണ്ഡം മൂടിയിട്ടിരിക്കുന്നതാണ് ഇത്. ഇത് ഭഗവാന്റെ പൂർവ്വ ആശ്രമം, അച്ഛനും അമ്മയും താമസിച്ചിരുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്താണ് അച്ഛനും അമ്മയും വസിച്ചിരുന്നത്. അപ്പോൾ അതിനെ അതേ സ്ഥലത്ത് തന്നെ അത്രയും സ്ഥലത്തെ നിലനിർത്തിക്കൊണ്ട് പുതുക്കി പണിഞ്ഞതാണ് ഈ വീട്. രീതിയിലാണ് ഇവിടുത്തെ ദർശനക്രമം. ഇത് ആശ്രമ ക്ഷേത്രത്തിൻ്റെ ഓഫീസാണ്. ഇവിടെ എല്ലാ പൂജകൾക്കും ഉള്ള രസീത് തയ്യാറാക്കിയിട്ടുണ്ട്. ശരിക്ക് പൂജാ ബോർഡ് വച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണോ നമുക്ക് ആവശ്യമുള്ളത്, ഏത് ദോഷപരിഹാരത്തിനുള്ള പൂജയും ഉള്ള രസീത് ഓഫീസ് സ്റ്റാഫുണ്ട്, ഇവിടുന്ന് എടുത്ത് രസീത് തയ്യാറാക്കുക. അതേപോലെ തന്നെ ചിലപ്പോൾ ചിലർക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവർക്ക് ഓഫീസ് നമ്പറുണ്ട്. ഓഫീസ് നമ്പർ ഞാൻ ഇതിലൂടെ കാണിക്കും. ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജ ചെയ്യാവുന്നതാണ്.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.